അസ്സലാമു അലൈക്കും. ബിജൂസ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈഡ് റൈസ്. ഇതിനായി ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അരി കുതിർക്കാൻ വയ്ക്കാം. അരി നന്നായി കഴുകിയതിന് ശേഷം അരിയിലേക്ക് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഊറ്റിക്കളഞ്ഞ് റൈസ് ഡ്രെയിൻ ചെയ്തെടുക്കാം. അരി വേവിച്ചെടുക്കാം. ഇതിനായി പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറുവാപ്പട്ട, 1 തക്കോലം, ഗ്രാമ്പ് 6 2 ഏലക്ക എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 8 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓവർ കുക്ക് ആവാതെ 80% വേവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പരസ്പരം അരി ഒട്ടിപ്പിടിക്കാതെ വെന്ത് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ അരി വെള്ളം ഊറ്റി ഡ്രെയിൻ ചെയ്തെടുക്കാം. വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തണുക്കാനായി ചോറ് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ചോറ് നന്നായി തണുത്ത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഈ സമയം കൊണ്ട് ഫ്രൈഡ് റൈസിന് ആവശ്യമായ ബീഫ് പൊരിച്ചെടുക്കാം. ഇതിനായി ഞാനിവിടെ 350 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് വേവിച്ചെടുക്കാം. ഇതിനായി ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇറച്ചി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊരിക്കാൻ ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. ഇതിനായി 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇറച്ചി പൊരിച്ചെടുക്കാം. ഇതിനായി പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. 1 സൈഡ് വെന്തിട്ടുണ്ട്. ഇനി മറച്ചിട്ട് കൊടുക്കാം. ഇറച്ചി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി മുട്ട റെഡിയാക്കണം. ഇതിനായി പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം. മുട്ടയും ചോറും ഇറച്ചിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസിന് ആവശ്യമായ വെജിറ്റബിൾസ് തയ്യാറാക്കാം. ഇതിനായി അടികട്ടിയുള്ള പാത്രം ചൂടാക്കാൻ വയ്ക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കാം. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിനരിഞ്ഞ 1 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ക്യാപ്സിക്കം, 3 മിനിറ്റോളം നന്നായി ഇളക്കി കൊടുക്കാം. വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയുടെ പുറം ഭാഗം അരിഞ്ഞത് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എന്നിവ ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേവിച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് ബീഫ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.